സംസ്ഥാനത്ത് ചൂട് ഉയർന്നു തന്നെ എന്നതാണ്. കൊല്ലം പുനലൂരിൽ 40 ഡിഗ്രി സെൽഷ്യസ് താപനില റിപ്പോർട്ട് ചെയ്തു. പാലക്കാട്, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിലും ചൂട് ഉയർന്നു തന്നെ. കനത്ത ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴയും പെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്തും തൊടുപുഴയിലുമാണ് മഴ പെയ്യുന്നത്. AV ജയശങ്കർ, രാഹുൽ വിജയൻ, അലക്സ് മുഹമ്മദ് എന്നിവർ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ആദ്യം AV ജയശങ്കറിലേക്കാണ്. ജയശങ്കർ, തിരുവനന്തപുരത്ത് പരക്കമഴയാണോ? സമയം മുമ്പാണ് തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട മഴ ലഭിച്ചത്. കുറച്ചധികം നേരം തന്നെ ഈ മഴ തുടർന്നു. ഒപ്പം തന്നെ നഗരപ്രദേശത്തും ചെറിയ തോതിലുള്ള ചാറ്റൽ മഴ ഉണ്ടായി. നഗരത്തിലെ ചില പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ ചാറ്റൽ മഴ ഉണ്ടായത്. കനത്ത ചൂടിന് ചെറിയൊരു ആശ്വാസം പകരുന്ന രീതിയിലാണ് ഈ മഴയെ ആളുകൾ നോക്കിക്കാണുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ചൂടിന് ആശ്വാസം ലഭിക്കുന്ന രീതിയിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. എന്തായാലും ചെറിയ തോതിലുള്ള ചാറ്റൽ മഴ മാത്രമാണ് ഇന്ന് തലസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ലഭിച്ചത്. രാഹുൽ വിജയൻ ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, ഈ ഹൈറേഞ്ചിലും ലോ റേഞ്ചിലും ഒരുപോലെ മഴയുണ്ടോ ഇടുക്കിയിൽ? ഉന്മേഷ്, തൊടുപുഴ ഭാഗത്താണ് കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 മണിക്കൂറായി പ്രദേശത്ത് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. മാത്രമല്ല ശക്തമായ കാറ്റും ഇടിമിന്നലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല ഭാഗങ്ങളിലും വൈദ്യുതി ഇപ്പോൾ പോവുകയും ചെയ്തിട്ടുണ്ട്. മരങ്ങൾ ഉൾപ്പെടെ ഒടിഞ്ഞു വീഴുന്ന സാഹചര്യവും ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹൈറേഞ്ച് മേഖലയിൽ ചില സ്ഥലങ്ങളിൽ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ തൊടുപുഴയിൽ പെയ്ത് അത്രയും ശക്തമായിട്ടില്ല എന്നുള്ളതാണ് അറിയാനും കഴിയും. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. അലക്സ് മുഹമ്മദ് കൂടി ചേർന്നുണ്ട്. അലക്സ്, ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വാർത്ത പുനലൂരിൽ ചൂട് കൂടി. ഇതുവരെ പാലക്കാടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് പുനലൂരിലേക്ക് മാറുന്നു. ഉയർന്ന താപനിലയല്ലേ അലക്സ്? ഉന്മേഷ, തീർച്ചയായും അത് കൊല്ലം പുനലൂരിൽ ഇന്ന് രേഖപ്പെടുത്തിയ ചൂട് 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. അത് സാധാരണ പുനലൂർ മേഖലയിൽ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 5.7 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂടാണ് ഇന്ന് ആ മേഖലയിൽ രേഖപ്പെടുത്തിയതെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഏപ്രിൽ 20-ന് ശേഷം ആദ്യമായിട്ടാണ് പാലക്കാട് ജില്ല ഇത്തരത്തിൽ പുറകിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. കൊല്ലം പുനലൂരിൽ ഒരുപക്ഷെ രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ ചൂട് കൂടിയാണിത്. പാലക്കാട് 39.7 ഡിഗ്രി സെൽഷ്യസ് ചൂട് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ രേഖപ്പെടുത്തുന്നതിൽ നിന്നും 4.4 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂടാണ് പാലക്കാട് രേഖപ്പെടുത്തിയത്. തൃശൂർ വെള്ളാനിക്കരയിലാകട്ടെ 39.5 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5.8 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂടാണ് അവിടെ രേഖപ്പെടുത്തിയത്. കണ്ണൂർ എയർപോർട്ടിലും അതുപോലെ കോഴിക്കോടും ആലപ്പുഴയിലും നെടുമ്പാശ്ശേരി എയർപോർട്ടിലും തിരുവനന്തപുരം സിറ്റിയിലും ഒക്കെ 37 ഡിഗ്രി സെൽഷ്യസിനും 38 ഡിഗ്രി സെൽഷ്യസിനും മുകളിൽ ചൂട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് മുകളിൽ ചൂട് ഈ മേഖലയിലൊക്കെ രേഖപ്പെടുത്തി എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ താപമാപനികളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്താണെങ്കിലും 3 ജില്ലകളിൽ നിന്ന് താപനില ഉയരാനുള്ള, അതായത് ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ശരി അലക്സ്, ഏപ്രിൽ 20-ന് ശേഷം ആദ്യമായിട്ടാണ് പാലക്കാട് ഇങ്ങനെ ഉയർന്ന ചൂട് രേഖപ്പെടുത്തുന്നതിൽ പാലക്കാടിന് പുറമെ മറ്റൊരു സ്ഥലം വരുന്നത്. ഇതുവരെ പാലക്കാടായിരുന്നുവെങ്കിൽ പുനലൂരിലേക്ക് ഇപ്പോൾ ഉയർന്ന താപനില എത്തുന്നു. അത് 40 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറുന്നു. അലക്സ് മുഹമ്മദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.